നീ പെരിയ നടികനായി വരും മുരുകൻ തുണൈ ഈ വാക്ക് തന്നെയാണ് എന്നോട് പറഞ്ഞത്. അതിനുശേഷം ഇന്ന് വരെ ഇതുപോലൊരു വേഷം മോഹൻലാലോട്ട് എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. കെമിസ്ട്രി വർക്ക് ചെയ്യുന്നത് ലാലേന്റെ കൂടെയാണെന്ന് താങ്കൾക്ക്? അതെ, അങ്ങനെ കെമിസ്ട്രി വർക്ക് ചെയ്തിട്ട് അതുപോലെയുള്ള വേഷങ്ങൾ പിന്നെ വരുന്നില്ലല്ലോ. നമ്മളൊരു സീനിൽ സ്കോർ ചെയ്യുന്നതിൽ അവർക്കൊരു ഈഗോ ഇല്ല, അവർ സ്കോർ ചെയ്യുന്നതിൽ നമുക്കും ഇല്ല. അതാണ് ഒരു കലാകാരന് വേണ്ടത്. നസീർ സാർ, ലക്ഷ്മി, തിക്കുറിശി സാർ, അടൂർ ബാസി സാർ, മണവാളൻ ജോസഫ്, മീന, ശ്രീലത, അങ്ങനെ അന്നത്തെ കാലത്തെ താരനിര മുഴുവൻ. അക്കൂട്ടത്തിൽ ഏക പുതുമുഖം ഞാൻ. ഒരു ദ്രോഹം ഞാൻ ഇദ്ദേഹത്തോട് ചെയ്തു. സിനിമ നടനായി പോയി ചെയ്യാതിരിക്കാൻ പറ്റും. വളരെയധികം ബുദ്ധിമുട്ട് പിടിച്ച ഒരു കഥാപാത്രമാണ്. ഏതാണ്ട് വർഷങ്ങളോളം മെയ്വഴക്കം ചെയ്ത അതുല്യ കലാകാരന്മാർക്ക് മാത്രം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഞാൻ ഒരു ജീവചരിത്രം എഴുതുമ്പോൾ ചിലപ്പോൾ എല്ലാം മനസ്സിലാക്കിയിട്ടായിരിക്കും ഞാൻ എഴുതുന്നത്. അപ്പോൾ അതിലൂടെ അറിഞ്ഞാൽ മതി ആൾക്കാർ. അതാ എൻ്റെ ഒരു സുഖം. ഞാനും എൻ്റെ അച്ഛനും മകനും കൂടി ഒരു വേദിയിലൂടെ നിരവധി നാടകങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. തന്നെയല്ല, ഇവിടെ വിക്രം നായർ ട്രോഫി നാടക മത്സരം നടന്നുകൊണ്ടിരുന്നു. കേരളത്തിലുള്ള എമ്പാടുമുള്ള പിന്നെ ട്രൂപ്പുകളെ ക്ഷണിച്ചു വരുത്തി. അപ്പം അതിൽ ഞാനും മത്സരാർത്ഥിയായിട്ട് പോയിട്ടുണ്ട്. വിക്രം നായർ ട്രോഫി നാടകത്തിന് മത്സരത്തിന് എനിക്ക് സമ്മാനവും കിട്ടിയിട്ടുണ്ട്. അച്ഛൻ എഴുതിയൊരു നാടകം ഉജ്ജാസനം എന്ന് പറഞ്ഞ നാടകത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഈ വേദിയിൽ. ഇതുകൂടാതെ ഒരിക്കൽ ഇന്റർ കോളേജ് യൂത്ത് ഫെസ്റ്റിവൽ ഇവിടെ വെച്ച് നടന്നിട്ടുണ്ട്. ഇനി അമ്ലിച്ചേട്ടൻ അനിയൻ എന്ന രീതിയിൽ കരുതുന്ന ഒരു വ്യക്തിയെ നമുക്ക് ക്ഷണിച്ചാലോ? അനന്തപത്മനാഭൻ കലാനിലയ നാടകവേദി ഞാനും ഈ പപ്പൻ എന്ന അനന്തപത്മനാഭനും കൂടെയാണ് ഇപ്പം നടത്തുന്നത്. അനിയനെയാ വിളിക്കാൻ പോണെന്ന് പറഞ്ഞപ്പോൾ അത് അനിയൻ തന്നെ, അക്ഷരാർത്ഥത്തിൽ അനിയൻ തന്നെ. ഇല്ല, പ്രതീക്ഷിച്ചില്ല. ഏറ്റവും ഉള്ള അനിയൻ. ഞാനും ചേട്ടനെ അങ്ങനെയാണ് കാണുന്നത്. എപ്പോഴും ഒരു ചേട്ടൻ എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് കാണുന്നത്. ആ ഒരു സ്വാതന്ത്ര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അതുകൊണ്ടാണ് ഈ തിയേറ്റർ ഇപ്പോൾ വീണ്ടും ഞങ്ങൾക്ക് രണ്ടുപേർക്കും തുടങ്ങാൻ പറ്റിയത്. കലാനിലയ കൃഷ്ണനാരുടെ ഇളയ മകൻ, കൊടുങ്ങല്ലൂർ അമ്മണിയമ്മ എന്ന പ്രസിദ്ധയായ ആർട്ടിസ്റ്റിന്റെ മകൻ. കൊടുങ്ങല്ലൂർ അമ്മണിയമ്മയായിരുന്നു കലാനിലയത്തിലെ എല്ലാ വേഷങ്ങളും ചെയ്തുകൊണ്ട് പല നാടകങ്ങളിലെ. കത്തനാറിലെ കുഞ്ഞാറ, ഗുരുവായൂരപ്പനിലെ, അതുപോലെ രാമായണത്തിലെ കൈകേയി, കായംകുളം കൊച്ചുണ്ണിയിലെ വാഴപ്പള്ളി ജാനകി. അത് പക്ഷേ പിന്നെ പൂർണ്ണിമയൊന്നും കാണാൻ തരവില്ല. ഞാനൊക്കെ കാണുമ്പോൾ തന്നെ 12 വയസ്സ് 15 വയസ്സൊക്കെ ഉള്ളൂ. ഈ പപ്പൻ ജനിച്ചിട്ടില്ലെന്ന്. വാഴപ്പള്ളി ജാനകിയായിട്ട് അമ്മണി ചേച്ചി അഭിനയിക്കുമ്പോൾ എനിക്ക് തന്നെ 14 വയസ്സും കണ്ടുള്ളൂ, 12 വയസ്സേ ഉള്ളൂ. അപ്പം പപ്പൻ്റെ ഒരു പ്രത്യേകത, ജനിച്ചത് ക്യാമ്പിൽ, വളർന്നത് ക്യാമ്പിൽ, പഠിച്ചത് ക്യാമ്പിൽ, ഇപ്പോഴും ക്യാമ്പിൽ. ഞാൻ എന്നെക്കാളും ഒരുപക്ഷെ ചേട്ടനാണ് കൂടുതൽ ഈ നാടകം തുടങ്ങാൻ ഇനിഷ്യേറ്റ് എടുത്ത ഒരു പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ. കാരണം എനിക്ക് ചേട്ടൻ ഓർമ്മയുണ്ടാവില്ല, അച്ഛൻ മരിച്ചിട്ട് ഞാൻ അവിടെ വീട്ടിലിരിക്കുമ്പോൾ ചേട്ടൻ വിളിച്ചിട്ട് എന്നെ കാണാൻ വീട്ടിൽ വന്നു. അതുകൊണ്ട് എന്നെ മാറ്റി നിർത്തിയിട്ട് ആദ്യം ചോദിച്ച വാക്ക്, എടാ നമുക്ക് ഈ തിയേറ്റർ നമുക്ക് വീണ്ടും തുടങ്ങണം, നീ ഞാൻ വിഷമിക്കരുതെന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ വാക്ക് അതാണ്. സത്യം പറഞ്ഞാൽ അതാണ് എൻ്റെ ലൈഫിൽ ഇത് തുടങ്ങുമ്പോഴുള്ള ആദ്യത്തെ ഒരു പ്രചോദനം. തീർച്ചയായിട്ടും. തന്നെയല്ല, ഈ നാടകങ്ങളൊന്നും പ്രിന്റ് ചെയ്തിട്ടില്ല. ഇത് പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല ഇതിൻ്റെ രചന. ഏതാണ്ട് ഒരു സിനിമ സ്ക്രിപ്റ്റ് പോലെയാണ് നാടകങ്ങൾ. അപ്പോൾ ഈ എൻ്റെ മകൻ ഉൾപ്പെടുന്ന ഒരു തലമുറ ഈ നാടകങ്ങളൊന്നും കണ്ടിട്ടില്ല. ഇന്നിവിടെ അധികം ടെക്നിക്സ് ഒന്നും ഉപയോഗിക്കുന്നില്ല. സംഭാഷണങ്ങളൊക്കെ നേരിട്ട് തന്നെ പറയുകയാണ്, പാട്ടുകളൊക്കെ നേരിട്ട് തന്നെയാണ്, എഫക്ട്സ് മാത്രമേ ഉള്ളൂ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പഴയ നാടക സങ്കേതം ഒരളവ് വരെ സൂക്ഷിക്കുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആദ്യകാല നാച്ചുറൽ ഫോമിൻ്റെ ഒരു 50%. മറ്റേ എഫക്ട്സ് ഒക്കെ നമ്മൾ CD വഴിയാണ്. പണ്ട് എഫക്ട്സും ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ഇപ്പം നമുക്ക് അത്രയും പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ആർട്ടിസ്റ്റുകളെ ഒന്നും വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ പഴയ കാലം പോലെ ഒന്നാമത് കാര്യം എന്തെങ്കിലും അസുഖം വരികയും അവർക്ക് അതേപോലെ പണ്ട് ഗുരുവായൂരപ്പൻ നാടകം എന്നൊക്കെ ഉള്ളപ്പോൾ സമയത്ത് ഇൻ്റർവ്യൂവിന് ശേഷം മൊത്തം പാട്ടാണ്. അന്ന് ആ പാട്ട് പാടുന്ന രാജൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് 10 രൂപ കൂട്ടിൽ കൊടുക്കും അച്ഛൻ. കാരണം ഇൻ്റർവ്യൂവിന് മൊത്തം ശേഷം പാട്ട് മാത്രമേ ഉള്ളൂ ആ നാടകത്തിൽ. പക്ഷെ ഇന്ന് അത്രയും പാട്ട് പാടിക്കഴിഞ്ഞാൽ തന്നെയല്ല പൂർണിമ, പഴയ പോലെ പല ഇൻസ്ട്രുമെന്റ്സും വായിക്കാൻ ഇപ്പോൾ ആൾക്കാരില്ല. അതൊരു വലിയ കുറവാണ്. കാരണം അതൊന്നും പഠിക്കണമെന്ന് പുതിയ തലമുറയ്ക്ക് താല്പര്യമില്ല. പിന്നെ ഈ കണ്ടുപിടുത്തങ്ങൾ, പുതിയ ഓർഗാൻ അതുപോലത്തെ സിസ്റ്റം വന്നപ്പോൾ 2000-3000 ടോൺ അതിൽ തന്നെ കിട്ടും. എന്തൊരു ഐശ്വര്യത്തിലും എന്തൊരു ചൈതന്യത്തിലും ഇരുന്നൊരു സ്ഥലമാണ് ഇപ്പം ഞാൻ കണ്ടത്, മെരിലാൻഡ് സ്റ്റുഡിയോ. ഇവിടെ ഞാൻ കടന്നു ചെല്ലുമ്പോൾ എൻ്റെ കാല് താഴെ വയ്ക്കാൻ ഞാൻ മടിച്ചിരുന്നു. ചുറ്റും കുന്തിരിക്കത്തിൻ്റെ ഗന്ധവും അതുപോലെ വളരെ പ്ലാൻഡായിട്ട് ചെയ്തിരിക്കുന്ന തോട്ടങ്ങളും ശില്പങ്ങളും ഒക്കെ ആയിട്ടിരുന്നൊരു സ്ഥലമാണ് ഞാനിപ്പോൾ കാണുന്നത്. ധനം വളരെ കൂടുമ്പോഴേക്ക് മനുഷ്യരിപ്പം ഈ പരിസരം മറക്കുമോ?
മറക്കുന്നുണ്ടാവാം. ഞാനിവിടെയാണ് ആദ്യത്തെ മേക്കപ്പ് ടെസ്റ്റ് നടത്തിയത്. സുബ്രഹ്മണ്യം മുതലാളി അദ്ദേഹമാണ് അതിന് മുൻകൈ എടുത്തത്. പക്ഷെ നിരാശയായിരുന്നു ഫലം. യൗവനം എന്നൊരു ചിത്രത്തിൽ നായികയുടെ മാനേജറുടെ വേഷമായിരുന്നു എനിക്ക്. മേക്കപ്പ് ടെസ്റ്റ് സൂപ്പർവൈസ് ചെയ്തത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ഹരിച്ചേട്ടനാണ്, ഹരിയേശൻ തമ്പി. അദ്ദേഹം ഇപ്പം മറന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ക്യാമറാമാൻ ENC നായർ, അദ്ദേഹം ഇപ്പം ഇല്ല, മരിച്ചുപോയി. അതിൽ വിജയശ്രീ ആയിരുന്നു നായിക. അപ്പോൾ എന്താണ്ട് കോളേജിൽ നിന്നൊക്കെ പാസ്സായി ഒരു അവസരം കിട്ടുമല്ലോ എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന സമയമാണ് ഈ മേക്കപ്പ് ടെസ്റ്റ്. മേക്കപ്പ് ടെസ്റ്റിൽ എന്നെ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തിട്ട് ആ ചിത്രത്തിലൊരു വേഷം പറഞ്ഞു. ഇങ്ങനെ നായിക വിജയശ്രീയുടെ പിന്നെ മാനേജറായിട്ടാണ്, അതിലൊരു നർത്തകിയായിട്ട് അത്ര അവരുള്ളത്. പക്ഷെ 1 മാസത്തിനകം വിജയശ്രീ ആത്മഹത്യ. അതോടുകൂടി ആ ഒരു ചാൻസ് നഷ്ടപ്പെടുക മാത്രമല്ല, കവാടം എന്നേക്കുമായിട്ട് അടച്ചു. അപ്പം തന്നെ ഞാൻ മദുരാശി കോടമ്പാക്കത്തിലേക്ക് വണ്ടി കയറുകയായിരുന്നു. അപ്പം അദ്ദേഹത്തിൽ ചെന്ന് കണ്ടപ്പോഴത്തേക്ക് ഇദ്ദേഹമാണ് 500 രൂപ തന്നത് ഈ മദ്രാസിലേക്കുള്ള യാത്രയ്ക്ക് ആരംഭം. വണ്ടി ചെലവിന് ഒരു കാര്യം പറഞ്ഞു, നീ പെരിയ നടികനായി വരും, മുരുകൻ തുണൈ. ഈ വാക്ക് തന്നെയാണ് എന്നോട് പറഞ്ഞത്. പിന്നെ ഞാൻ മെരിലാൻഡിൽ വർഷങ്ങൾ കഴിഞ്ഞ ശേഷം താരമായിട്ടാണ് അഭിനയിക്കാൻ വരുന്നത്. അതുകൊണ്ടാണ് പരിസരത്ത് അവന് വേദന ഉണ്ടാക്കിയത്. ഇപ്പോൾ ഇത്ര വൃത്തിശൂന്യമായി വൃത്തിഹീനമായി കിടക്കുന്നത് കണ്ടിട്ട് എനിക്ക് സങ്കടം തോന്നി. ഒരു ആർട്ടിസ്റ്റ് നിലയ്ക്ക് ഞാൻ കയറി ചെന്ന ഒരു സ്ഥലമല്ല അതിപ്പോൾ. എന്തായാലും നമുക്ക് ഒരു ബൈറ്റ് കൂടെ ഉണ്ട്. ഇന്നത്തെ ജഗതി ശ്രീകുമാറിനെ ഭാവനയിൽ കണ്ട് ആണ് ഞാൻ ജഗതി ശ്രീകുമാറിനെ അവതരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ആത്മവഞ്ചനയായിരിക്കും. അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ജഗതി ശ്രീകുമാർ ഇത്രയും വലിയൊരു നടനാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഞാനന്ന് ജഗതിയെ ചട്ടമ്പി കല്യാണിയിൽ അവതരിപ്പിക്കുന്നത് ജഗതിയെ സഹായിക്കാനാണ്, കുറച്ച് പണം കൊടുക്കാം. അപ്പോൾ അല്ലാത്ത രീതിയിൽ ഞാൻ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും ഒരു കഥാപാത്രം അവതരിപ്പിച്ചാൽ അവനൊരു തൊഴിലായി, ഒരു പ്രൊഫഷൻ കിട്ടുക. അന്ന് അവനൊരു മരുന്ന് കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു. അവിടുന്ന് കാര്യമായ വരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ അമ്പിളിയെ ഞാൻ എൻ്റെ സിനിമയിൽ അഭിനയിപ്പിക്കുന്നത്. അമ്പിളി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹാസ്യം അഭിനയിക്കാനല്ല വന്നത്. അമ്പിളി നായകനാകാൻ വന്ന ആളാണ്, സിനിമയിൽ നായകനാകാൻ വന്ന ആളാണ്. അമ്പിളി ഹാസ്യത്തിലേക്ക് തിരിച്ചുവിട്ടത് ഞാനാണ്. അതാണ് ഞാൻ ഒരു നേട്ടം എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയുന്നത്, ഒരു നടനാകാൻ വന്ന അമ്പിളിയെ ഹാസ്യത്തിലേക്ക് തിരിച്ചുവിട്ട് ഹാസ്യനടനാക്കി മാറ്റിയത് ഞാനാണ്. അതുപോലെ ശ്രീകുമാർ എന്ന് മാത്രം പേര് വെക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിൽ ജഗതി കൂടി ചേർത്തത് ഞാനാണ്, എൻ്റെ തന്നിഷ്ടത്തിൽ ചെയ്തത്. താങ്കളുടെ കലാജീവിതത്തിൽ എനിക്ക് തോന്നുന്നു ശ്രീകുമാരൻ തമ്പി സാറുമായിട്ട് അല്ല, അതൊക്കെ മദ്രാസിൽ ചെന്ന ശേഷം ചാൻസ് അന്വേഷിച്ച് ഇങ്ങനെ നടക്കുന്ന കൂട്ടത്തിലൊക്കെയാണ് തമ്പി സാറിനെ ചെന്ന് കണ്ടതും. ഒരു വേഷം തരാം, ഈ ചിത്രത്തിലില്ല, അടുത്ത ചിത്രത്തിൽ തരാം. തമ്പി സാറിൻ്റെ ഭാര്യ രാജേശ്വരി, രാജി ചേച്ചി വൈക്കം മണിസാറിൻ്റെ മകളാണ്. വൈക്കം മണിസാർ കലാനിലയ നാടകവേദി, ഇപ്പോൾ മുമ്പ് കണ്ട പപ്പനില്ല, പപ്പൻ്റെ അച്ഛൻ്റെ നാടക കമ്പനിയിലെ സ്ഥിരം നടനായിരുന്നു ഹീറോ. അപ്പം മണിസാറിൻ്റെ മകളാണ് തമ്പി സാറിൻ്റെ ഭാര്യ. അപ്പം എന്നെ വളരെ കൊച്ചിലെ അറിയാം, ചെറുപ്പത്തിലെ സ്കൂളിൽ പഠിക്കുമ്പോഴേക്ക് അറിയാം. പരിചയമൊന്നുമില്ല, വളരെ മുതിർന്ന ചേച്ചിയെ. അപ്പം ഒരു ചാൻസ് കൊടുക്കാൻ ചേച്ചി പറഞ്ഞു. അങ്ങനെയാണ് തമ്പിച്ചേട്ടൻ എനിക്ക് ഒരു അവസരം തരുന്നത്, ചട്ടമ്പി കല്യാണി. അതെൻ്റെ ഒരു കരിയറിലൊരു ഒരു പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റിൽ ഫസ്റ്റ് പിക്ചർ ഒരു 75 ദിവസം വരെ അത് ഏറ്റവും കൂടുതൽ സ്റ്റാർസ് ഉണ്ടായിരുന്ന പടം. നസീർ സാർ, ലക്ഷ്മി, തിക്കുറിശി സാർ, അടൂർ ബാസി സാർ, മണവാളൻ ജോസഫ്, മീന, ശ്രീലത, അങ്ങനെ അന്നത്തെ കാലത്തെ താരനിര മുഴുവൻ. അക്കൂട്ടത്തിൽ ഏക പുതുമുഖം ഞാനാണ്. അതും പട്ടം സദന് വെച്ചിരുന്ന റോളാണ്. അതാണ് ചില സമയത്ത് പറയും ഭാഗ്യവും കൂടെ വേണം സിനിമയെ വരണം. ഞാൻ ഭാഗ്യത്തെ കാണുന്ന പട്ടം സദേട്ടനായിരുന്നു എൻ്റെ വേഷം നിശ്ചയിച്ചിരുന്നത്. സദേട്ടൻ അവൈലബിൾ ആയില്ല. അദ്ദേഹം അല്പം മദ്യപിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിലെങ്ങാണ്ട് കിടക്കുകയായിരുന്നു എന്നാണ് പ്രൊഡക്ഷൻ മാനേജർ പറയുന്നത്. എനിക്ക് സൗകര്യമില്ല വരാനെന്ന് കണ്ട് അദ്ദേഹം പറഞ്ഞു. അപ്പോഴാണ് രാവിലെ ചാൻസ് വെച്ച് വന്ന ആ പയ്യനുണ്ടല്ലോ, ആ ശ്രീകുമാർ, വിളിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് അവസരം കിട്ടുന്നത്. അല്ല, ഇതിനെ ഭാഗ്യമെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ സദൻ എന്ന് പറഞ്ഞ ആൾ ചെയ്യുന്നതിനേക്കാൾ മികച്ചതാക്കി ഞാൻ ആ വേഷം. അത് തമ്പി സാർ തന്നെ പറഞ്ഞു. അങ്ങനെയാണ് അതിനെ ഭാഗ്യമായിട്ട് കാണാമെങ്കിൽ അതൊരു ഭാഗ്യമാണ്. താങ്കളുടെ ഒരു സുഹൃത്തിന് താങ്കളോട് എന്തോ പറയാനുണ്ട്, നമുക്ക് ആരാന്ന് നോക്കാം. ഏതൊരു വിദ്യാർത്ഥിയുടെയും സന്തോഷകരമായ കലാലയ ജീവിതം പോലെ തന്നെയായിരുന്നു നമ്മുടേത്. ശ്രീയുടെ ഓരോ സിനിമയിലെയും പ്രകടനം കാണുമ്പോൾ പലപ്പോഴും അതിന് സമാനമായ പല കൊച്ചു കൊച്ചു സംഭവങ്ങളും കലാലയ ജീവിതത്തിലും ഉണ്ട് എന്ന് ഞാൻ സന്തോഷത്തോടുകൂടി ഓർക്കാറുണ്ട്. വളരെ സന്തോഷകരമായ മറ്റൊരു വസ്തുത, ശ്രീയുമായി കലാലയ ജീവിതം പങ്കിട്ടു. അത് കഴിഞ്ഞ് ഞാൻ ഔദ്യോഗിക ജീവിതം തുടങ്ങുന്നത് ശ്രീയുടെ അച്ഛനുമായിട്ടാണ്, ജഗതി NK ആചാരി. എനിക്ക് അഭിമാനം തോന്നിയിട്ടുണ്ട് ഇത്രയും പ്രഗത്ഭനായ ഒരു വ്യക്തിയോടൊപ്പം ജോലി ചെയ്യുന്നതിന്.
അപ്പോഴാണ് ശ്രീയുടെ കഴിവിനെപ്പറ്റി, അതിൻ്റെ സ്രോതസ്സിനെ പറ്റി എനിക്കൊരു സന്തോഷം തോന്നിയത്. താങ്കളുടെയും താങ്കളുടെ അച്ഛൻ്റെയും സുഹൃത്ത് ഒരേ സമയത്ത് രവീന്ദ്രൻ ചെന്നിലോട്, അദ്ദേഹത്തിന് ഒരു എഴുത്തുകാരൻ, ഇപ്പോൾ ഓൾ ഇന്ത്യ റേഡിയോയിലെ ഉദ്യോഗസ്ഥരാണ്. എൻ്റെ സഹപാഠിയായിരുന്നു. ഓക്കെ. എന്നിട്ട് ഒരു കാര്യം, ഒരു ദ്രോഹം ഞാൻ ഇദ്ദേഹത്തോട് ചെയ്തു. എന്നിട്ട് കാരണം സിനിമ നടനായി പോയി ചെയ്യാതിരിക്കാൻ പറ്റില്ല, ഉറക്കം വരത്തില്ലല്ലോ. ഒരു ഇന്റർവ്യൂവിന് തന്നെ ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് വേണ്ടി ക്ഷണിച്ചിരുന്നു. ഓൾ ഇന്ത്യ റേഡിയോയിൽ ഇന്ത്യ ഗവൺമെൻറ്റാണ് ക്ഷണിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ച ശേഷം ഒരു ഷൂട്ടിംഗ് സംബന്ധിച്ച് എനിക്ക് നിൽക്കേണ്ടി വന്ന് പോകാൻ പറ്റിയില്ല. അതിന് രവീന്ദ്രൻ ചെന്നിലോട് എന്നോട് ക്ഷമിക്കണം എന്ന് ഇപ്പോഴെങ്കിലും പറയണം. കാരണം ഔദ്യോഗികമായിട്ട് പുള്ളി ഉത്തരം പറയേണ്ടതാണ്. അതിന് സ്റ്റേഷൻ ഡയറക്ടറോടും ഹയർ അതോറിറ്റിയോടും ഉത്തരം പറയേണ്ട ഒരു അവസ്ഥയാണ്. കാരണം കോൺട്രാക്റ്റ് ഒപ്പിട്ട ശേഷമാണ് ചെല്ലാണ്ടിരുന്നത്. അപ്പോൾ അതിന് ഈ ഒരു സന്ദർഭത്തിൽ ഞാനതിന് മാപ്പ് ചോദിക്കുന്നു. മനഃപൂർവ്വമല്ല, അങ്ങനെ സംഭവിച്ചു പോയതാണ്. എന്നിട്ടും ഉള്ളിൽ സ്നേഹമുണ്ട്. എനിക്ക് വേണ്ടി എന്നെക്കുറിച്ച് രണ്ട് വാക്ക് പറയണമെന്ന് രവീന്ദ്രന് തോന്നിയല്ലോ. അപ്പം ആ മനസ്സിൽ എന്നെക്കുറിച്ച് സ്പർദ്ധയൊന്നും ഇല്ലയെന്ന് ഞാൻ മനസ്സിലാക്കി. എന്തായാലും മമ്പിളി ചേട്ടാ, നാട്ടിൽ നിന്നൊരു വ്യക്തി വന്നിട്ടുണ്ട്. കുറച്ച് നേരെ താങ്കളെ കാണണമെന്ന് പറയുന്നു. കലാധരൻ, നമസ്കാരം. ഇദ്ദേഹം 10ഓളം ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പിക്ചർ അപൂർവം ചില്ലർ, അതിൽ അഭിനയത്തിനാണ് എനിക്ക് ഏറ്റവും നല്ല സ്വഭാവ നടൻ്റെ സംസ്ഥാന അവാർഡ്. രണ്ട് എക്സ്ട്രീമാണ്. കിലുക്കം ആ വേഷവും ഈ അപൂർവം ചില്ലറിലെ വേഷവും ആണ് രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്ന രണ്ട് കഥാപാത്രങ്ങൾ. 1991 അവാർഡാണ്. അപ്പോൾ അതിൽ കവിയൂർ പൊന്നമ്മ ചേച്ചിയുടെ ഭർത്താവായിട്ട് തന്നെ കാസ്റ്റ് ചെയ്യാൻ ധൈര്യം കാണിച്ച ആളാണ്. അപ്പോൾ ചേച്ചിയും പറഞ്ഞു അമ്പിളി ചെയ്താൽ ശരിയാവൂ എന്നൊക്കെ ആ വേഷം ചെയ്താൽ. അപ്പം നോക്കാൻ പറഞ്ഞു. അങ്ങോട്ട് ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് ആദ്യത്തെ പടത്തിൽ ആ ചലഞ്ച് എടുക്കുന്ന വളരെ അപൂർവമാണ് ഒരു ഡയറക്ടർ അന്ന്. എല്ലാവരും സത്യത്തിൽ സൂപ്പർ സ്റ്റാറുകളുടെ പുറകെ പോകുമ്പോഴേ ഞാൻ ഇങ്ങനെ ഒരു റിസ്ക് നമ്മളെടുത്തു. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് പലപ്പോഴും ഞാൻ പറയാറുണ്ട്. ഒരു സന്ദർഭങ്ങളിലും പറയാണ്ടിരുന്നില്ല. കാരണം അതെൻ്റെ ജീവിതത്തിലെ ഒരു കരിയറിൻ്റെ ഒരു സ്റ്റെപ്പായിരുന്നു. അപ്പം അതിൽ തന്നെയുമല്ല, ഞാൻ ആദ്യമായിട്ടൊരു പടം സംവിധാനം ചെയ്തു, ഈ അന്നക്കുട്ടി കോടമ്പാക്കം വിളിക്കും. ഒരു ഡയറക്ടർ നിലയ്ക്ക് എനിക്ക് വലിയ മേൽഗതിയൊന്നും അതുകൊണ്ട് ഉണ്ടായില്ല. പക്ഷെ അതിൽ ഡയറക്ഷനിൽ എനിക്ക് ആദ്യമായിട്ട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെൻ്റെ ഗുരുനാഥൻ. ഞാൻ ഇങ്ങനെ കോൺഫിഡൻ്റ് ആയത് കാരണം എനിക്ക് പല പടങ്ങളിൽ അസിസ്റ്റൻ്റായിട്ടും അസോസിയേറ്റായിട്ടും ഒക്കെ കലാകാരനെ കണ്ടു. ഇത് കൂടാതെ സിനിമയിലൊന്നുമില്ലാതെ കല്ലട വാസുദേവൻ ചേട്ടൻ വലിയ ക്രിട്ടിക്കായിരുന്നു, മലയാള നാട് വാരികയിൽ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെക്കേഷൻ വന്നൊരിക്കൽ താമസിച്ചിരുന്നു. നിക്കറും ഒക്കെ ഇട്ട് ഒരു കൊച്ചു പയ്യനെ ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ അന്ന് ഇവിടെ ചാൻസ് അന്വേഷിച്ചൊക്കെ നടക്കുന്ന കാലം, അതും പറയണമല്ലോ. അപ്പോൾ അദ്ദേഹം അങ്ങനെ പഠിത്തമൊക്കെ കഴിഞ്ഞ് വന്ന് സിനിമയിലൊന്നും ആയിട്ടില്ല. അന്ന് കണ്ട പരിചയം ഇന്നും. അന്ന് എന്നെ എങ്ങനെ കണ്ടോ, ഞാൻ എങ്ങനെ ഇന്ന് അദ്ദേഹത്തെ കാണുന്നോ അന്ന് അദ്ദേഹത്തെ കണ്ടോ, അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. ജനുവരിയിൽ ഒരു പുതിയ പ്രോജക്റ്റ് തുടങ്ങാനിരിക്കുകയാണ്. അതുകൊണ്ട് എപ്പോഴും വളരെ സന്തോഷം. ജനുവരി പടത്തിൽ ഞാൻ ഉണ്ടാവും. ജനുവരിയിൽ താങ്കൾ ആരംഭിക്കുന്ന പടങ്ങൾക്ക് ഒന്നും അറിയേണ്ട കാര്യം. സിനിമ വേണം, അതൊക്കെ കഴിഞ്ഞ് വേറെ ഓൾ ദി ബെസ്റ്റ്. അടുത്തത് ഒരു ഹിറ്റ് ആയിരിക്കട്ടെ. തീർച്ചയായും. ഇനി നമുക്ക് അമ്പിളി ചേട്ടൻ്റെ ഒരു ഫിലിം ക്ലിപ്പ് കാണാം. തോഴർക്ക് കന്യകയെ കിട്ടി. അധ്വാനിച്ചത് മുഴുവൻ ഞാനും. കന്യകയെ ആദ്യം കണ്ടതും ഞാനാ. എന്റെ തോഴർക്കാണല്ലോ കിട്ടിയത്. അനുഭവിക്കാൻ യോഗമില്ലെങ്കിൽ കാണുമെങ്കിലും ചെയ്യാലോ. ആകാശ പെണ്ണിനെ സാമാന്യം പോലൊന്ന് കാണട്ടെ. ഹോ, എന്തൊരു കുത്താ കുത്തണത്. ഹോ, ഇവളുടെ ആ പ്രകാശരശ്മികള് നോക്കാൻ തന്നെ സമ്മതിക്കില്ല. എന്തായി കാണുന്നത്? ചിത്രം അത്ഭുതം എന്ന് പറഞ്ഞാൽ പോരാ, അത്യത്ഭുതം എന്ന് വേണം പറയാൻ. നോട്ടം എന്ന ചിത്രമാണ് അല്ലേ? വളരെയധികം ബുദ്ധിമുട്ട് പിടിച്ച ഒരു കഥാപാത്രമാണ്. ഏതാണ്ട് വർഷങ്ങളോളം മെയ്വഴക്കം ചെയ്ത അതുല്യ കലാകാരന്മാർക്ക് മാത്രം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ കലാമണ്ഡലത്തിൽ നിന്ന് ഈ കൂടിയാട്ടം നടത്തുന്ന ഒരു വലിയ മാഷ് വന്ന് 3-4 ദിവസം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. ഞാൻ തന്നെയാണ് പറഞ്ഞത്, ഞാനിത് കണ്ടിട്ടേ ഉള്ളൂ, കാണുമ്പോൾ വളരെ എളുപ്പമാണെന്ന് തോന്നുന്നു ഇത് ചെയ്യാൻ. ആ ഭാഷ, ആ രീതി, ആ ചലനം, എക്സ്പ്രഷൻ, അതൊക്കെ പ്രത്യേകിച്ചുള്ള സാധകം ചെയ്യുന്ന ഒരു കലാകാരന് പോലും അപ്പുറത്ത് നിൽക്കുന്ന മാർഗി സതിയാണ്. വളരെ എക്സ്പോണൻ്റാണ് ഈ ആർട്ടിൽ. അവരോടൊപ്പം നിന്നത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാണ് എന്നെ സംബന്ധിച്ച്.
പക്ഷേ ഞാനത് ഭംഗിയാക്കിയതാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായും. ഈ ഒരു പെർട്ടിക്കുലർ സീനിന് വേണ്ടിയിട്ട് താങ്കൾ എത്ര ദിവസം റിഹേഴ്സ് ചെയ്തു? ഒരു 5 ദിവസം വരെ റിഹേഴ്സൽ. 5 ദിവസം റിഹേഴ്സൽ ചെയ്താൽ നമുക്ക് ഇത്രയും ചെയ്യാൻ പറ്റില്ല. അന്നത്തെ ആ ഒരു ഷോട്ട് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതുവരെ നമ്മൾ ക്യാമറ ഫേസ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല അല്ലേ അന്ന്? ഇല്ല വളരെ ഒരു കലാകാരൻ നിലയ്ക്ക് ഒരു ചലഞ്ചിങ് വേഷമായിരുന്നു. വളരെ ബുദ്ധിമുട്ടാണ് ഈ വേഷം ചെയ്യാൻ. ഞാൻ ഏതാണ്ട് 10-35 വർഷത്തെ സിനിമാ പരിചയം എനിക്കുണ്ട്. ഒരു സാധാരണക്കാരനെ കൊണ്ട് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല നമ്മൾ വളരെ വ്യക്തമായിട്ടുള്ള ഇന്നത്തെ യങ് ജനറേഷനിലെ ആർട്ടിസ്റ്റ്, ഐ മീൻ ഹീറോസ് ആണെങ്കിലും ഹീറോയിൻസ് ആണെങ്കിലും ഇങ്ങനെയുള്ള ചലഞ്ചസ് ഏറ്റെടുക്കുന്നുണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നു? ഇത് മോഹൻലാൽ ചെയ്യും. ശ്രമിച്ചാൽ മോഹൻലാലിന് ചെയ്യാൻ സാധിക്കും. നെടുമുടി വേണു ചെയ്യും. ഗോപിയേട്ടൻ ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ചെയ്യും. പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു വിദൂഷകന്റെ യങ്ങർ ജനറേഷനിലോട്ട് വരികയാണെങ്കിലോ? യങ്ങർ ജനറേഷൻ സംശയം എനിക്കാരെയും സ്പോട്ട് ചെയ്യാനായിട്ടില്ല ഇതുവരെ. അങ്ങനെ ഒരു ഇതൊക്കെ ചെയ്യുന്ന ഒരാളായിരിക്കും ഈ കലാകാരൻ എനിക്കാരെയും സ്പോട്ട് ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇനി ഭാവിയിൽ സാധിച്ചു കൂടാ എന്നില്ല. പക്ഷെ ഇതുവരെ എൻ്റെ ഒരു കോൺസെപ്റ്റിൽ അങ്ങനെ ഒരു രീതിയിൽ വന്നിട്ടില്ല. ഒന്നാമത്തേക്കിന് ബേസിക് ആയിട്ട് നാടകവേദിയിൽ നിന്നല്ല ഇപ്പം കലാകാരന്മാർ വരുന്നത്. ഇനി താങ്കളെ കാണാൻ വരുന്നത് ഒരു എഴുത്തുകാരനാണ്. വരട്ടെ. സുഖു പാൽക്കുളങ്ങര. നമസ്കാരം. ജേർണലിസ്റ്റാണ്, സിനിമ നിരൂപകനാണ്. അതിലുപരി എൻ്റെ ആദ്യകാലഘട്ടം മുതലുള്ള ഒരു സുഹൃത്താണ്. എൻ്റെ അച്ഛൻ്റെ സുഹൃത്താണ്. എന്നോടൊരു കലാകാരൻ നിലയ്ക്ക് വളരെയധികം സ്നേഹം കാണിക്കുന്നതാണ്. എന്നെക്കുറിച്ച് ഒരുപാട് റൈറ്റപ്പുകളും കാര്യമൊക്കെ എഴുതിയിട്ടുണ്ട്. അമ്പിളിച്ചേട്ടൻ്റെ ജീവിതകഥ എന്നെക്കുറിച്ച് അല്ല, ജീവിതകഥ എന്ന് പറഞ്ഞാൽ സിനിമയിലെ ജഗതി സുഖം വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ ഞാനിത് പറയാറില്ല. എന്നെക്കുറിച്ചൊരു പുസ്തകമുണ്ട്, നിങ്ങൾ വാങ്ങി വായിക്കൂ, എന്നെക്കുറിച്ച് ഇന്നാരും എഴുതിയിട്ടുണ്ട്. ഞാൻ ഇന്നുവരെ പറഞ്ഞിട്ടില്ല. ഇപ്പം തന്നെ ആയിരിക്കും ആൾക്കാർ അറിയാൻ പോകുന്ന ഇങ്ങനൊരു പുസ്തകം ഉണ്ടോ എന്ന്. അത് ജീവചരിത്രം എന്ന് പറയാൻ പറ്റില്ല. ജഗതി ഇൻ സിനിമ, ജഗതി ശ്രീകുമാർ ആസ് എ ഫിലിം ആർട്ടിസ്റ്റ്. ചിരിച്ചും ചിരിക്കാതെ രണ്ട് ലൈഫുണ്ട്. അദ്ദേഹത്തിനെ കുറിച്ച് എഴുതാനുണ്ടായിരുന്ന ബേസിക് ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ടുള്ള ഒരു ബന്ധം, അമ്പിളിച്ചേട്ടൻ്റെ അച്ഛനുമായിട്ടുള്ള ഒരു ബന്ധം. അദ്ദേഹം വലിയ കൊമേഡിയനായിരുന്നു. അപ്പോൾ കേരളമോദി പത്രത്തിൽ നിന്ന് ഒരു പരമ്പര തയ്യാറാക്കണമെന്ന് പറഞ്ഞ് എനിക്ക് അവരൊരു അറിയിപ്പ് തന്നു. അങ്ങനെ ഞാൻ അദ്ദേഹമായിട്ട് കമ്മിറ്റ് ചെയ്തു. അപ്പോൾ അദ്ദേഹം അഭിനയിച്ച കഥാപാത്രങ്ങളുടെ കുറേ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞിരുന്ന ഫലിതങ്ങൾ. അപ്പോൾ ഞാനന്ന് ശൈശവദശയിൽ എഴുതി തുടങ്ങുന്ന ഒരു എഴുത്തുകാരനായിരുന്നു. വലിയ സിനിമ ലേഖനങ്ങൾ മാത്രം എഴുതുന്ന ഒരാളായിരുന്നു. പക്ഷേ ഒരു വലിയ നീണ്ട പരമ്പര, 1 വർഷത്തോളം അടിച്ചൊരു നീണ്ട പരമ്പര. അതായത് ഹാസ്യം, ഇദ്ദേഹത്തിന് എന്തെല്ലാം അറിയാമോ അത് മുഴുവൻ എനിക്ക് ഫീഡ് ചെയ്ത് തരും. അത് എഴുതി ഫലിപ്പിക്കുക എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ പല സമയത്തും എനിക്കിത് വഴിമുട്ടിപ്പോകും. അപ്പോൾ ഞാൻ അഭയം പ്രാപിച്ചത് ഇതെൻ്റെ അച്ഛനെയാണ്. അപ്പോൾ അദ്ദേഹം ചില ചുണുക്ക് വഴികളിലൂടെ നമ്മൾ എഴുതുന്ന സാധനത്തിന് ഒരു സെൻറ്റൻസിനെടുത്ത് ഇങ്ങോട്ട് കണക്ട് ചെയ്തതിനെടുത്ത് കണക്ട് ചെയ്യുമ്പോൾ സംഭവം ഭയങ്കര കോമഡിയായി. അമ്പിളിച്ചേട്ടനെ കുറിച്ചൊരു പുസ്തകം എഴുതിയപ്പോഴും ഈ ഫീൽഡിൽ ഒരു എഴുത്തുകാരൻ എസ്റ്റാബ്ലിഷ് ആവാൻ എനിക്ക് വളരെയധികം ഭാഗ്യമുണ്ടായി. താങ്കളുടെ സിനിമാ ജീവിതത്തിൽ പ്രേക്ഷകർക്ക് ഇത്തിരി ഇഷ്ടമുള്ളൊരു സിനിമയിലെ കുറച്ച് സീൻസ് നമുക്ക് കാണാം. നീ എനിക്ക് ഇവിടെ ഒന്ന് ഒഴിക്കാൻ ഒരു 3 എണ്ണം അടിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങാം. നീ ഇവിടെ വാങ്ങിച്ചോണ്ട് വെച്ചിരിക്കണം ഒഴിച്ചു തരാൻ. അന്ന് ഞാൻ വാങ്ങിച്ചു വെച്ച ഒരു ബോട്ടിൽ എവിടെ? അതോ എടേ, ആ പ്രാന്തിപ്പണ്ണി ഇവിടെ നടന്ന ടെൻഷനില്ല ഞാൻ അടിച്ചു തീർത്തു. എവിടെങ്കിലും പോയി തോലട്ടെ ശവം. മനുഷ്യന് മനസ്സമാധാനമായിട്ട് ഇപ്പോഴാണ് ആഹാരം കഴിക്കാൻ തോന്നുന്നത്. അത് വേണ്ട. പിന്നെ എനിക്ക് വിശ്വാസമില്ല. അയ്യാ, നല്ല എരി. വാ ഇങ്ങ് വാ, കൊച്ചു ബാക്കിയുണ്ട്. കൊരങ്ങിന് വേണോ? എവിടെ അസുഖം എനിക്ക് മനസ്സിലായി. ആർത്തി മൂത്ത് പ്രാന്തായതാണ്. ഞാൻ എപ്പോഴേ പറഞ്ഞില്ല ഇവിടെ കൊയ്യുണ്ടെന്ന്. ഈ കൊരങ്ങൻ എപ്പോഴും നുണയെ പറയൂ. എടി മൂദേവി, ഞാൻ കൊരങ്ങനല്ലടി, ചിമ്പൻസിയാണ് ചിമ്പൻസി. അതിന് കലി വന്ന് എന്തൊക്കെ ചെയ്യുമെന്നറിയോ? കടിക്കും, മാന്തം, പിച്ച് ചെയ്ത് കീറും. എന്നെ വിടറാ. അയ്യോ എനിക്ക് വിശക്കുന്നേ. നിനക്ക് പൊറോട്ടയും ചിക്കനും ഞാൻ വാങ്ങിച്ചോണ്ട് അവിടുന്ന് പാതിരാക്കി നിന്റെ അച്ഛനുണ്ടാക്കി വെച്ചിരിക്കുന്ന പൊറോട്ടയും ചിക്കനും. മിക്കവാറും ഞാനിന്ന് വിശന്ന് ചാവും. അങ്ങനെ സംഭവിച്ച എന്റെ ശവം നീ എവക്കിട്ട് കൊടുക്കണം. ആർത്തി പണ്ടാൽ അത് തീർത്തോളും. ഈ നിമിഷം നീ എവളെ വിളിച്ചോണ്ട് ഇവിടെ ഇറങ്ങണം. ഈ തണുപ്പത് ഞങ്ങൾ എങ്ങോട്ട് പോകാനാ? നീ ഏത് കോത്താഴ്ത്തപ്പോ ഞാൻ പറയുന്നത് നീ ഒന്നും പറയണ്ട. നീ എന്നോട് താമസിക്കുന്ന പ്രശ്നമേ ഇല്ല. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഒന്നും പറയണ്ട. നീ ഇവിടുന്ന് ഇറങ്ങണോ അതോ ഞാൻ ഇവിടുന്ന് ഇറങ്ങണോ? നീ ഇത് കണ്ടോടെ? കണ്ടു. പിന്നെ എന്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? വിളിച്ചോണ്ട് ഇറങ്ങണേ ഇതിനെ. എത്രയോ ആയി. ഇപ്പോഴും ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇത് കഴിഞ്ഞ മാസം ഷൂട്ട് ചെയ്ത ചിത്രം പോലെ തോന്നിപ്പിക്കുന്ന ഒരു പടം. എങ്ങനെ ഒരു മിറാക്കിൾ പോലെ ഉണ്ടായിപ്പോയ ഒരു പടമാണ്.
അതെനിക്ക് പക്ഷെ അതിന് ഏറ്റവും വലിയ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ പക്ഷെ അതിനുശേഷം ഇന്ന് വരെ ഇതുപോലൊരു വേഷം മോഹൻലാലോട്ട് എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത്. അതെന്തെന്നും എനിക്ക് മനസ്സിലാകുന്നില്ല ഇപ്പോഴും. കെമിസ്ട്രി വർക്ക് ചെയ്യുന്നത് ലാലേന്റെ കൂടെയാണെന്ന് താങ്കൾക്ക് അതെ, അങ്ങനെ കെമിസ്ട്രി വർക്ക് ചെയ്തിട്ട് അതുപോലെയുള്ള വേഷങ്ങൾ പിന്നെ വരുന്നില്ലല്ലോ, പിന്നെ കാസ്റ്റ് ചെയ്യുന്നില്ലല്ലോ, പിന്നെ മാറി മാറി പോവുകയാണല്ലോ. അതെന്തുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ഒരു പക്ഷേ ഞാൻ ഒരു ജീവചരിത്രം എഴുതുമ്പോൾ ചിലപ്പോൾ എല്ലാം മനസ്സിലാക്കിയിട്ടായിരിക്കും ഞാൻ എഴുതുന്നത്. അപ്പോൾ അതിലൂടെ അറിഞ്ഞാൽ മതി ആൾക്കാർ. അതാ എൻ്റെ ഒരു സുഖം. ഞാനീ പറഞ്ഞ പോലെ ആ രേവതിയുടെ പേര് വിട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ട ഉർവശിയും രേവതിയെ ഞാൻ വിട്ടുപോയി. എനിക്ക് വ്യക്തിപരമായി ഞാൻ പിന്നെ ആദരിക്കുന്ന, തൊഴിലിൽ ആദരിക്കുന്ന ചില കലാകാരികളാണ്, ഇൻക്ലൂഡിങ് യു, ആ ജ്യോതിർമയി, ഉർവശി, ഈ പറഞ്ഞ പോലെ രേവതി. ഫീമെയിൽ ആർട്ടിസ്റ്റിന്റെ കൂടെ ആ ഒരു കെമിസ്ട്രി ഉണ്ട് അല്ലെങ്കിൽ അത് ഉർവശിയുണ്ട്. കൽപ്പന അതുപോലെ കറക്റ്റ് ഇംപ്രവൈസ് ചെയ്യാൻ അത് കറക്റ്റ് ആവണം. തിലകൻ ചേട്ടൻ, സ്ത്രീകളിൽ കൽപ്പന, സുകുമാരി ചേച്ചി ഒക്കെ നമുക്ക്, ലാല്, തിലകൻ ചേട്ടൻ, നെടുമുടി വേണു. അപ്പം അവരോട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു, അവർക്ക് ഈ പറഞ്ഞ പോലെ നമ്മളൊരു സീനിൽ സ്കോർ ചെയ്യുന്നതിൽ അവർക്കൊരു ഈഗോ ഇല്ല, അവർ സ്കോർ ചെയ്യുന്നതിൽ നമുക്കും ഇല്ല. അതാണ് ഒരു കലാകാരന് വേണ്ടത്. ഇപ്പം ഈ പറഞ്ഞ പോലെ കയ്യടി ആർക്ക് കിട്ടുന്നോ ആ ഡയലോഗ് പറയാം എന്ന് താല്പര്യപ്പെടുന്നവരുണ്ട്. അത് സിനിമയെ ഏറ്റവും കൂടുതൽ നശിപ്പിക്കും. ആ ഡയലോഗ് പറയുമ്പോൾ കയ്യടി കിട്ടുകയാണെങ്കിൽ അതിൽ ഞാൻ പറയാം. ആ വേഷമിട്ടാൽ കൂടുതൽ ഞാൻ ഒരു അട്രാക്ഷൻ തോന്നുമെങ്കിൽ അത് ഞാനിടാം. കഥാപാത്രം എന്തനുശാസിക്കുന്നോ അതേ ധരിക്കാൻ പാടുള്ളൂ. ഇതൊക്കെ നാട്യ തിയറിയിലുള്ള അല്ലെങ്കിൽ നാട്യശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള കഥാപാത്രത്തിന് അനുയോജ്യമായ വേഷം, കഥാപാത്രത്തിന് അനുയോജ്യമായ മാനസികാവസ്ഥ, കഥാപാത്രത്തിന് അനുയോജ്യമായ സംഭാഷണം, കഥാപാത്രത്തിന് അനുയോജ്യമായ പരിസരം, ഇതൊരിക്കലും തെറ്റിക്കരുത് എന്ന് വളരെ വ്യക്തമായി. ഇതൊക്കെ ഫണ്ടമെൻ്റൽ തിയറിയാണ്. അതിൽ കഴിഞ്ഞിട്ടില്ല. ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത കോട്ടും ചൂട്ടുകൊണ്ട് നടക്കുന്ന കണ്ടിട്ടില്ലേ? പക്ഷെ ഡയലോഗ് എന്തോ 5 ദിവസമായി യവല്ലു കഴിച്ചിട്ട്, നല്ലാത്ത ക്ഷീണം തോന്നുന്നു. പക്ഷേ ഡ്രസ്സ് കണ്ടാൽ ഡ്രൈ ക്ലീൻ ചെയ്തിട്ട് ഡ്രസ്സ് ഇട്ടുണ്ടായി പറയുന്നത്. അല്ല, ഇതിനൊരു കാരണം വേണം. ഒരു സഹോദരൻ തന്നതാണ് ഈ ഡ്രസ്സ്. പക്ഷേ ഡ്രസ്സ് കണ്ടുകൊണ്ട് നിങ്ങൾ വിരലണ്ട, പട്ടിണിയാണ് ഈ 5 ദിവസമായിട്ട്. അതൊക്കെ, അത് വേറൊരു രീതി.